ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘം ഈ രാജ്യത്ത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓട് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് വളരെ സുതാര്യമായ, വളരെ ക്ലാരിറ്റിയുള്ള, വളരെ വ്യക്തതയുള്ള ആദർശ ഭൂമികയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നിരന്തരമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന് വ്യക്തതയുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ച നിഗൂഢതകളില്ലാത്ത ആശയപരമായ ഒരു വിധത്തിലുള്ള സങ്കീർണതകളുമില്ലാതെ ഈ രാജ്യത്തിന് മുമ്പിൽ ഒരു ക്ലിയർ പിക്ചറായി, ഒരു ഓപ്പൺ പുസ്തകമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് IPH പുസ്തകത്തിൽ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു ഭരണഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് കാശ് കൊടുത്തു വാങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ അതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യമായി വായിക്കാൻ കഴിയുന്ന ഭരണഘടനയാണ്. അങ്ങനെ ഒരു ഭരണഘടന വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വംശീയതയുടെയും അജണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രചരണങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് വീണ്ടും വീണ്ടും പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുതിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണകളുടെ മൂർച്ച കൂട്ടാൻ എത്രത്തോളം സാധിക്കുമോ അതിനു വേണ്ട എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്.